എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. ഇതുവരെ അപേക്ഷ സമർപ്പിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കുകയും അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ ലഭിക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓൺലൈനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഇവിടെ സ്കൂൾ വൈസ് വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വേക്കൻസി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ജില്ലയിലെ എല്ലാവിധ സ്കൂളുകളുടെ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഓപ്ഷൻ നൽകിയ ശേഷം ഓപ്ഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക, ഓരോ സ്കൂളിൻ്റെ കോഡും. അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് സെൻഡ് OTP എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. അപ്പോൾ ആ ഒരു OTP നൽകുക. അപ്പോൾ ആ ഒരു OTP വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു OTP നൽകിയ ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് റിന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും കാണാം. അതൊക്കെ കറക്റ്റായിട്ട് പരിശോധിക്കുക. ആപ്ലിക്കേഷനിൽ തെറ്റുള്ള വിദ്യാർത്ഥികൾ അത് തിരുത്തിയ ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള പേജ് വരും. അപ്പോൾ നിങ്ങൾ അവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ സ്കൂളുകളിലേക്കും വേക്കൻസി അനുസരിച്ച് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഓപ്ഷൻ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. പ്രിവ്യൂ പേജ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് പിന്നീട് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പേജ് കൂടി കംപ്ലീറ്റ് അതുകൂടി കഴിഞ്ഞ ശേഷമാണ് പ്രിവ്യൂ പേജ് കാണാൻ പറ്റുക. പ്രിവ്യൂ പേജ് ഒരു പച്ച കളറിലാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഏകദേശം ഫുള്ളായിട്ട് അതിൻ്റെ ഒരു ബോർഡറൊക്കെ പച്ച കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ അത് കറക്റ്റായിട്ട് പരിശോധിച്ച് അതിൽ നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് മാറിപ്പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നൽകിയുള്ള ഓപ്ഷൻ ഇഷ്ടപ്പെട്ട സ്കൂളല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ നൽകിയുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ ജാതി, മതം, അതുപോലെ തന്നെ അഡ്രസ്സ്, അതുപോലെ നിങ്ങളുടെ വിലാസം, അതുപോലെ തന്നെ പേരിൻ്റെ അക്ഷരങ്ങൾ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റല്ലേ നൽകിയത് എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം സബ്മിറ്റ് ചെയ്യും മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ ഒന്നുകൂടി ചെക്ക് ചെയ്ത് ഒരു തെറ്റുകളും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവിടെയുള്ള പെൻസിൽ ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾക്ക് കൺഫർമേഷൻ ബട്ടൺ കാണാൻ പറ്റും. ആ ഒരു കൺഫർമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കൺഫർമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഫൈനൽ കൺഫർമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതോടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരു 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഈ ഒരു അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്തു വയ്ക്കുക. കാരണം നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റിന് പരിഗണിക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്കകം നിങ്ങളുടെ ഈ ഒരു ഓൺലൈനായിട്ടുള്ള അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.